ഹായ്, കേസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആവിയിൽ വേവിച്ച പലഹാരത്തിനാണല്ലോ എപ്പോഴും ഫാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ചൊരു വെറൈറ്റി പലഹാരമാണ്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കണത്. നേന്ത്രപ്പഴതാ ഇങ്ങനെ തൊലിയൊക്കെ കറുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ എല്ലാവർക്കും മടിയാണല്ലോ. അപ്പം നമ്മൾ ഇതേപോലെ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നമ്മൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ നേന്ത്രപ്പഴം ഒന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ലേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീട്ടിൽ കറണ്ടൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്തെ രാവിലെ പെട്ടെന്നൊരു പലഹാരം തട്ടിക്കൂട്ടണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. മിക്സിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഈ ഒരു തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ. ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തവി കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ പഴം ഉടച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിതിലേക്ക് ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര കല്ലുള്ളതാണെങ്കിൽ ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ട് മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. എൻ്റെ കയ്യിലുള്ള ശർക്കരയിലെ മാലിന്യങ്ങളോ പൊടിയോ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അവിലാണ്. ഇത് മട്ട അവിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാമേ. ഒരുപാടൊന്നും ലൂസാക്കാതെ ഇതേപോലെ തിക്കായിട്ടാണ് കേട്ടോ നമ്മൾക്ക് ഈ മിക്സ് കിട്ടേണ്ടത്. അണ്ടിപ്പരിപ്പ് ഇഷ്ടമില്ലാത്തവരെ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. മധുരത്തിന് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്തോളൂ. മിക്സ് റെഡിയാക്കി എടുക്കുമ്പോഴേക്ക് ഞാനൊരപ്പച്ചമ്പിൽ വെള്ളം തിളയ്ക്കാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടേ. ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്കൊരു വാഴയില വട്ടത്തിൽ മുറിച്ചത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തണം. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം എന്നില്ല കേട്ടോ. ചെറിയ ചെറിയ വാഴയിലകൾ എടുത്തിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് അട പോലെ വേവിച്ചെടുത്താലും മതി. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും 4 മണി ചായയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുകയാണേ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുത്താലും മതി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുതേ.
നേന്ത്രപ്പഴം കൊണ്ടേ പലതരം പലഹാരങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ പലഹാരമാണ് കേട്ടോ. അപ്പം വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതേ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഓയിലോ മൈദയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്ത നല്ലൊരു ഹെൽത്തി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പച്ചമ്മൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കഷ്ണം വാഴയില കൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണേ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല്, വാഴയിലയുടെയും ശർക്കരേൻ്റെയും ഏലക്കായൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരണ്ടേ. വെന്തോന്നറിയാനേ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നേന്ത്രപ്പഴവും അവിലും ഗോതമ്പ് പൊടിയും ഒക്കെ ചേർത്തുണ്ടാക്കി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇത് അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കണത്. ഇപ്പോൾ ഇത് ലേശമൊന്ന് ചൂടാറി വന്നിട്ടുണ്ടേ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.